ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഐറ്റം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫ്ലവറാണ്. ഈ ഫ്ലവർ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചത്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു ബോട്ടിൽ സെലക്ട് ചെയ്തു. ഈ ഇരിക്കുന്ന ബോട്ടിലെല്ലാം ഞാൻ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ ബോട്ടിലായിട്ട് കുറേയൊക്കെ സെല്ലായിപ്പോയി, പിന്നെ വീട് നിറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് സൈഡാക്കിയതാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കുറച്ച് ഈർക്കിൽ വേണം. ഈ ഈർക്കിലെല്ലാം നമുക്ക് ആ ബോട്ടിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു ചൂലിൻ്റെ പകുതിയോളം ഈർക്കിൽ എനിക്ക് ആവശ്യമായിട്ട് വന്നു കേട്ടോ. ഈ സമയത്ത് ഞാൻ ബോട്ടിലെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് രണ്ട് റെഡി ആയിട്ടുണ്ട്. ഈർക്കിലും റെഡി ആയിട്ടുണ്ട്, ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈർക്കിലെല്ലാം ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വേഗം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അടുപ്പിച്ച് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ഔട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇത് ഇപ്പോഴും ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒത്തിരി ടൈമൊന്നും വേണ്ട, പെയിൻറ്റും വേണ്ട. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നൂല് ചുറ്റി കൊടുക്കാം. ഈ നൂല് ഞാൻ ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ചണവയറുണ്ടെങ്കിൽ അതായിരിക്കും നല്ലോണം മാച്ച് ആവുന്നത്. അത് ഈർക്കലിൻ്റെ കളറുമായിട്ട് നല്ലോണം മാച്ച് ചെയ്ത് നിൽക്കുമല്ലോ. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അത് കാരണമാണ് ഈ കളർ മാച്ച് ചെയ്യുന്നത് പോലെ തോന്നി. അത് കാരണമാണ് ഈ ചരട് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. ഈ ചരട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ താഴെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മേളിലും ചുറ്റി കൊടുക്കാവുന്നതാണ്. മേളിൽ ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഈർക്കിലൊന്നും ടൈറ്റായിട്ട് പിടിക്കണം. എന്നിട്ട് വേണം മേളിൽ ചുറ്റി കൊടുക്കാനായിട്ട്. മേളിലത്തെ ഭാഗത്ത് ഈർക്കിലൊക്കെ അണീവനായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അത് അങ്ങനെ ഇരിക്കുന്നതാണ് ഇതിന് നല്ല ഭംഗി കൂട്ടുന്നത്. നമുക്കത് കട്ട് ചെയ്തൊന്നും ഈവൻ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചുറ്റുന്ന സമയത്ത് എനിക്കിത് ഒറ്റ കയ്യിൽ ചുറ്റാൻ പറ്റുന്നില്ലായിരുന്നു. അതുകാരണം ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മുടെ ഈർക്കിലൊന്ന് ടൈറ്റ് ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുറ്റിയെടുത്തു. ഈ ചുറ്റുന്ന സമയത്ത് ചുറ്റി മേളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഊരിയെടുക്കാം. ഇച്ചിരി ടൈറ്റായിട്ട് പിടിച്ച് ചുറ്റണേ. നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് കണ്ടാലോ. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ല. ആ പൂ വെച്ചപ്പോൾ നല്ലോണം മാച്ചിങ് ആയിട്ട് തോന്നില്ലേ. എല്ലാത്തിൻ്റെയും കളറെല്ലാം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫൈനൽ ഔട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.